വനംവകുപ്പ് നിയമം വിട്ട് അവർക്ക് തോന്നുന്ന പോലെ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ധാരണയുണ്ട്. അതൊന്നും അനുവദിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ വന്നാൽ ജനങ്ങളെ അണിനിരത്തി അതിനെ നേരിടേണ്ടി വരും. ജനങ്ങൾ സൗകര്യമായി ജീവിക്കാനുള്ള അവസരം കൊടുക്കണം. നിലവിലുള്ള വനം സംരക്ഷിക്കുകയും വേണം. മുൻപ് ഇവിടെ എല്ലാം വനമായിരുന്നു പണ്ട്. പിന്നീട് അന്ന് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിച്ച് ഇങ്ങോട്ട് കയറ്റിയതാണ് ഇവിടെ എല്ലാം. ആദ്യമകാലത്ത് ഇവിടെ എല്ലാം വനമായിരുന്നല്ലോ. നേരുമംഗലത്തിനിപ്പുറം മുഴുവൻ വനമായിരുന്നതാണ്. അന്നത്തെ കാലത്ത് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിച്ചാണ് ഇങ്ങോട്ടെല്ലാം കയറ്റിയതും പട്ടം കോളനി സ്ഥാപിച്ചതും വിവിധ കോളനി സ്ഥാപിച്ചതും ഭൂമി കൊടുത്തതും എല്ലാം. അതിപ്പം വനം വകുപ്പ് അംഗീകരിച്ചേ പറ്റൂ. വനം വകുപ്പ് വനത്തിൻ്റെ വീതി കൂട്ടാനുള്ള ഒരു ശ്രമവും നടത്തി അതിനോടൊന്നും യോജിപ്പില്ല. അതിനെല്ലാം ശക്തമായി എതിർക്കേണ്ടി വരും. ജനങ്ങളെ അണിനിരത്തി നേരിടേണ്ടി വരും. അതാണ് ഞങ്ങളുടെ നിലപാടതാണ്. ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണെന്നോർത്ത് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു പണിയും ഒരു വകുപ്പും ചെയ്യാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അത് വനം വകുപ്പാണേലും പോലീസ് വകുപ്പാണേലും റവന്യൂ വകുപ്പാണേലും ഏത് വകുപ്പാണേലും ജനങ്ങൾക്ക് സഹായം ചെയ്യുക. ഒന്ന്, ഗവൺമെൻറ് നിയമം പാലിക്കുക, സമാധാനം സ്ഥാപിക്കുക. ജനങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടുള്ള ഏർപ്പാടല്ലാതെ ജനാധിപത്യ ക്രമത്തിൽ മറ്റൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് ജനങ്ങളുടെ അവകാശങ്ങൾക്കെല്ലാം മുകളിലാണ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമെന്നൊക്കെ വന്നാൽ അതിനെ എതിർക്കേണ്ടി വരും. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് ജനങ്ങളുടെ പക്ഷത്താണ്. ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടേ ഉള്ളൂ. ഇതിനകത്തെ മന്ത്രിമാരും അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത ഒരു കാര്യവും നടക്കുകയില്ല. അങ്ങനെ ആരുടെ ഭാഗത്തുനിന്ന് ഏത് വകുപ്പിൽ നിന്നുണ്ടായാലും അതിനെ എതിർക്കുക തന്നെ ചെയ്യും. മന്ത്രി പറയപ്പെടുന്ന വാക്കുകൾ ഒരിക്കലും പാലിക്കപ്പെടുന്നില്ല. ഏത് മന്ത്രിയാ? ഞാൻ അദ്ദേഹത്തോട് അതേപ്പറ്റി സംസാരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധപ്പെടുത്തുകയും ചെയ്യാം. അത് നടപ്പിലാക്കുന്നില്ലെന്ന രീതിയിൽ അത് എന്തുകൊണ്ട് നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥന്മാരുടെ മേൽ നടപടി എടുക്കണം. അത് തന്നെ മന്ത്രി പറയുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് നയങ്ങളാണ്. ഗവൺമെൻറ് നയമെന്ന് പറഞ്ഞാൽ നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായ നയങ്ങളാണ്. അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ലേ, നടപ്പിലാക്കാൻ നിലപാടെടുക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ നടപടി എടുത്ത് പുറത്താക്കണം. അതാ ചെയ്യേണ്ട മന്ത്രി. അല്ല മന്ത്രിയാണെന്നും പറഞ്ഞിരുന്നുകൊണ്ട് കുത്തിയിരുന്ന് സമയം കളഞ്ഞിട്ട് കാര്യമുണ്ടോ? ഗവൺമെൻറ് ഭരിക്കുന്ന ഗവൺമെൻറ്റിന് കുറേ അവകാശമുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് നിയമവും നിയമത്തിൻ്റെ പരിധി അവരവരുടെ പ്രവർത്തനത്തിന് നിയന്ത്രണമുണ്ട്. ഉദ്യോഗസ്ഥന്മാർ അവരുടെ നിയന്ത്രണത്തിന് വിധേയമായി പോകണമെന്ന് ഗവൺമെൻറ് ആണ് ഇതിനെല്ലാം മുകളിലുള്ളത്. ആ ഗവൺമെൻറ്റിൻ്റെ തീരുമാനവും നയവും നടപ്പിലാക്കുക എന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ്. അത് നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ നടപടിയെടുത്ത് പുറത്താക്കണം. അല്ല മന്ത്രിയാണെന്നും പറഞ്ഞ് കുത്തിയിരുന്നിട്ട് കാര്യമുണ്ടോ? അതാണ് ചെയ്യേണ്ടത്. അതങ്ങനെ കാണിച്ചു കൊടുക്കണം ഏത് മന്ത്രിയാണേലും. ജനാധിപത്യ ക്രമത്തിൽ ഗവൺമെൻറ്റാണ് മുകളിൽ. ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിൻ്റെ സർവൻ്റാണ്, ശമ്പളക്കാരാണ്, ശമ്പളം മേടിക്കുന്നവരാണ്. ഗവൺമെൻറ്റിൻ്റെ ഭരിക്കുന്ന ഗവൺമെൻറ് നയവും കാഴ്ചപ്പാടും നടപ്പിലാക്കാനാണ്. ഭരിക്കുന്ന ഗവൺമെൻറ് നടപ്പിലാക്കുമ്പോൾ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നിലവിലുള്ള നിയമവും ചട്ടവും നോക്കിയാണ് നടപ്പിലാക്കേണ്ടത്. അതിന് അപ്പുറം ഗവൺമെൻറ്റും ചെയ്യാൻ പാടില്ല. പക്ഷേ ഗവൺമെൻറ് തീരുമാനം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് നടപ്പിലാക്കാൻ ഏത് ഉദ്യോഗസ്ഥനും ബാധ്യതയുണ്ട്. അത് നടപ്പിലാക്കുകയല്ലാത്ത ഉദ്യോഗസ്ഥന് ജോലി തുടരേണ്ട കാര്യമില്ല. ജോലി രാജിവെച്ചിട്ട് അവനവൻ്റെ കാര്യം നോക്കി വീട്ടിലിരിക്കട്ടെന്ന്. പെണ്ണും പിള്ളേരെ നോക്കി വീട്ടിലിരിക്കാമല്ലോ. ഭരണഘടന അതിനെ അനുവദിക്കുന്നു. ശമ്പളം മേടിച്ച് ജോലി ചെയ്യണമെന്നൊരു ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ശമ്പളം വാങ്ങിച്ചെന്നാൽ ആ പണി ചെയ്യണം. ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഗവൺമെൻറ് തീരുമാനം നടപ്പിലാക്കാനും. അതിന് പറ്റാത്തവൻ പിന്നെ ഒരുമാതിരി മെനക്കെടുത്തുന്ന പണി ചെയ്യാതിരിക്കുക നല്ലത്. അത് തന്നെ മുതുകാള പശുവിനെ മെനക്കെടുത്തുന്നല്ലോ. ഉള്ള പണിക്ക് പോകാതിരിക്കുക അതല്ലേ. പണി കളഞ്ഞിട്ട് വേറെ പണി നോക്കാൻ പോകണം. എൻ്റെ അഭിപ്രായം അതാ. ഞാനിപ്പോൾ MLA, എൻ്റെ പണി ചെയ്യാൻ മേലെ പിന്നെ ഞാനെന്തിനാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്? ഞാൻ എന്തിന് നടക്കണം?
ജനങ്ങളുടെ വോട്ടും മേടിച്ച് അവർ നമ്മളെ തിരഞ്ഞെടുത്തയച്ചപ്പോൾ ഞാൻ ചെയ്യേണ്ട ബാധ്യത ജനങ്ങളോടൊപ്പം നിൽക്കാനും ആ ബാധ്യത നിറവേറ്റേണ്ട ബാധ്യത എനിക്കുണ്ട്. അത് ചെയ്യില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ മെനക്കെട്ട പണിക്ക് പോകരുത്. ഏത് MLA ആണെങ്കിലും ഏത് മന്ത്രിക്കാണെങ്കിലും ഈ ഉത്തരവാദിത്തമുണ്ട്, ഉദ്യോഗസ്ഥനുമുണ്ട്. ഉദ്യോഗസ്ഥൻ നിലവിലുള്ള നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം. അവൻ കാരണം ഗവൺമെൻറ്റിൻ്റെ സർവൻ്റാണ്, ശമ്പളം മേടിച്ചിട്ടാ, ചുമ്മാതല്ല. ആ ബാധ്യത നിറവേറ്റണം. ബാധ്യത നിറവേറ്റാൻ പറ്റാത്ത ജോലി രാജിവെച്ചു വേറെ പണി നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് എൻ്റെ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പിന്നെ ഈ മെനക്കെട്ട പണിക്കൊന്നും പോവില്ല. MLA എന്നതിൽ എൻ്റെ പണികൾ ഞാൻ സാമാന്യന് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ മനുഷ്യനില്ലേ, അത് നോക്കാൻ പറ്റുകയല്ല. പിന്നെ ഞാൻ എന്തിന് MLA ആകാൻ പോകണം? ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കാൻ നടക്കണം. ഇത് ആർക്കും ബാധ്യത, ഇത് അവനവൻ്റെ ഉത്തരവാദിത്വമാണ്.